അപ്പൊ നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു സ്ലൈഡ് ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ സൈഡിലേക്ക് നമുക്ക് തുറന്നു കയറാനുള്ള ചെറിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. കാർ പാർക്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ അത്യാവശ്യം നമുക്ക് 2 വണ്ടി ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. നമസ്കാരം, ഞാൻ നിൽക്കുന്നത് തിരുവനന്തപുരം ശാസ്തമംഗലം മരുതൻകുടി ജംഗ്ഷനാണ്. മരുതൻകുടി ജംഗ്ഷനിലും വെറും 800 മീറ്റർ മാറി മെയിൻ റോഡിൽ നിന്നും വെറും 100 മീറ്റർ മാറി 4 സെന്റിലായിട്ട് 1750 സ്ക്വയർ ഫീറ്റിൽ 3 ബെഡ്റൂമുള്ള ഒരു പുതിയ ബ്രാൻഡ് ന്യൂ വീടാണ് നമുക്കിന്ന് വിൽപ്പനയ്ക്കുള്ളത്. വീടിന്റെ പണി കംപ്ലീറ്റ് ആയിട്ടില്ല, ഓൾമോസ്റ്റ് നടക്കുന്നുണ്ട്. ഒരു ഏകദേശം 2 ആഴ്ചത്തെ പണിയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ ഒരു സെയിലിൽ ഇട്ടേക്കുന്നത്. അപ്പൊ നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഒരു സ്ലൈഡ് ഗേറ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ആ സൈഡിലേക്ക് നമുക്ക് തുറന്നു കയറാനുള്ള ചെറിയ ഗേറ്റും കൊടുത്തിട്ടുണ്ട്. കാർ പാർക്കിങ്ങിന്റെ കാര്യത്തിലാണെങ്കിൽ അത്യാവശ്യം നമുക്ക് 2 വണ്ടി ഈസി ആയിട്ട് പാർക്ക് ചെയ്യാൻ പറ്റും. ഒരു വണ്ടി കണ്ടില്ല, നമുക്ക് ഏറ്റവും ബാക്ക് സൈഡിലായിട്ട് പാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു വണ്ടി ഇട്ടാൽ പോലും നമുക്ക് ഫ്രണ്ട് മുറ്റം ഫ്രീ ആയിട്ട് കിടക്കുന്ന തരത്തിലേക്കുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു മുറ്റമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയ ആണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയ ആണ്. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഡോറിന്റെ ഒരു പാറ്റേണെ കണ്ടാൽ കംപ്ലീറ്റ് തേക്കുംതടിയിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഡോറ് കംപ്ലീറ്റ് തേക്കുംപടിയിലാണ്. ഇതൊരു ആർക്കിടെക്ട് മോഡലിന്റെ ഒരു ഡിസൈൻ പാറ്റേൺ ആണ് ഇതിലേക്ക് കൊടുത്തിരിക്കുന്നത്. നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ലിവിംഗ് സ്പേസ് ആണ് കേട്ടോ. അതിന്റെ ഒരു വ്യൂ എന്ന് പറയുന്ന കണ്ടില്ലേ, ഇതൊരു കോൺട്രാക്ട് കൊടുത്ത് വെച്ചതല്ല, ഡയറക്റ്റ് ഓണർ സ്വന്തം ആവശ്യത്തിന് വെച്ചതാണ്. പുള്ളി ഇവിടുന്ന് ട്രാൻസ്ഫർ ആയി പോകുന്ന ബേസ് ചെയ്താണ് ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കൺസ്ട്രക്ഷന്റെ കാര്യത്തിലൊന്നും യാതൊരു ഇതുമില്ല. കൺസ്ട്രക്ഷന്റെ ഓരോ പാറ്റേൺ എങ്ങനെയാണ് ചെയ്തിട്ടുള്ളതിനെ കുറിച്ചൊക്കെ വിശദമായ രീതിയിലേക്കുള്ള അവരുടെ അതിനുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ അവരിലുണ്ട്. അതൊക്കെ നമുക്ക് വ്യക്തമായി ചെക്ക് ചെയ്തിരുന്നത് നിങ്ങൾ മേടിക്കാൻ പറ്റും. നല്ല രീതിയിലേക്കുള്ള പുട്ടിംഗ് ഒക്കെ ചെയ്തതാണ്. നല്ല രീതിയിലുള്ള ബിൽഡപ്പ് ആയിട്ടാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. അകത്തേക്ക് കയറുമ്പോൾ ഞാൻ പറഞ്ഞു, ഹോൾ ഏരിയയെ സംബന്ധിച്ച് നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ഹോൾ ഏരിയയാണ്. അതുപോലെ തന്നെ ഇതിന്റെ കണ്ടില്ലേ ഒരു ഡിസൈൻ, വ്യത്യസ്തമായ ഡിസൈൻ പാറ്റേൺ. ഇതെല്ലാം തന്നെ തേക്കും തടിയിലെ ഒരു വുഡ് പാറ്റേൺ ആണ് കൊടുത്തിട്ടുള്ളത്. വീട് കംപ്ലീറ്റ് ആയിട്ടില്ല. അതാകട്ടില്ല, ടൈലൊക്കെ സൈഡിൽ തന്നെ ഇരിപ്പുണ്ട്. അവിടുന്ന് നമുക്ക് ഇതിലേക്ക് കയറുമ്പോൾ തന്നെ ലിവിംഗ് സ്പേസ് കഴിഞ്ഞാൽ ഡൈനിങ് സ്പേസിലേക്ക് വരുമ്പോൾ ഡൈനിങ് സ്പേസ് അത്യാവശ്യം നല്ല വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ് കൊടുത്തിട്ടുള്ളത്. സ്ഥല സൗകര്യത്തിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും കൊടുത്തിട്ടില്ല. അതിന്റെ വിൻഡോ ഒക്കെ ഇന്നത്തെ പുതിയ മോഡേൺ രീതിയിലേക്കുള്ള ധാരാളം വെട്ടം ഈ വീട്ടിൽ കയറിയപ്പോൾ എനിക്കൊരു പോസിറ്റീവായി തോന്നി. എന്താന്ന് വെച്ചാൽ ധാരാളം നല്ല കാറ്റും വെളിച്ചവും കയറുന്ന നല്ല രീതിയിലുള്ള ഒരു വൈഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്കുള്ള ഒരു ആംബിയൻസ് തോന്നുന്ന രീതിയിലേക്കുള്ള ഒരു വീടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. താഴത്തെ ഫ്ലോറിൽ ഒരു ബെഡ്റൂമും മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമായിട്ടാണ് കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂം സൈസിന്റെ കാര്യത്തിലൊന്നും യാതൊരുവിധ കോംപ്രമൈസും ഇല്ല. നല്ല അത്യാവശ്യം വൈഡ് ആയിട്ടുള്ള നല്ല രീതിയിലുള്ള ബെഡ്റൂമാണ്. ഇന്ത്യയിലേക്ക് നല്ല ഒരു ക്ലാസ് ആയ രീതിയിലാണ് ഇന്ത്യയിൽ ഡിസൈൻ കൊടുത്തിട്ടുള്ളത്. വർക്ക് കഴിഞ്ഞിട്ടില്ല ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. അകത്തേക്ക് ബാത്റൂമിലേക്ക് കയറുമ്പോഴും ബാത്റൂം സൈസും അത്യാവശ്യം നല്ല സ്പേസിയസ് ആയിട്ടുള്ള ഒരു ബാത്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഫിറ്റിംഗ്സുകളൊക്കെ ഇവിടെ ഇരിക്കുന്നു. എല്ലാം ജാഗൂറിന്റെ ഫിറ്റിംഗ്സ് ആണ് ചെയ്യാനുള്ളത്. എല്ലാ സാധനങ്ങളും നമ്മൾ ഫിറ്റ് ചെയ്താണ് കൊടുക്കുന്നത്. അപ്പോൾ പൂർണ്ണമായും വാസ്തുപ്രകാരം കൺസ്ട്രക്ട് ചെയ്ത വീടിന്റെ തന്നെ ഡൈനിങ് ഏരിയയിൽ നിന്ന് നമുക്ക് കിച്ചണിലേക്ക് പോകുമ്പോൾ ഒരു ഓപ്പൺ ടൈപ്പ് കിച്ചൺ ആണ് കൊടുത്തിട്ടുള്ളത്. നല്ല മോഡേൺ ആയിട്ടുള്ള കിച്ചൺ, അതും നല്ല സ്ഥല സൗകര്യത്തിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, വിൻഡോയുടെ കാര്യത്തിൽ ഈ വീട് പെർഫെക്റ്റ് ആണ് കേട്ടോ. കാരണം അത്രമാത്രം വിൻഡോ, നല്ല എയർ സർക്കുലേഷനും അതുപോലെ തന്നെ കാറ്റും വെളിച്ചവും കിട്ടുന്ന രീതിയിലേക്കാണ് ചെയ്തിട്ടുള്ളത്. വിൻഡോകളിൽ നല്ല വൈഡ് ആയിട്ടുള്ള വിൻഡോ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല എന്ന് വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരിക്കും. ഓക്കെ, അപ്പൊ ഈ സൈഡിലേക്ക് കണ്ടില്ല, ഇത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്റ്റോറേജ് സ്പേസുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇവിടെയൊക്കെ അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കിച്ചണിൽ നിന്ന് നമുക്ക് വർക്ക് ഏരിയയിലേക്ക് പോകുമ്പോൾ വർക്ക് ഏരിയയുടെ കാര്യത്തിൽ സ്പേഷ്യസിന്റെ കാര്യത്തിൽ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല. അത് നമുക്ക് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടി തന്നെ ഒരു വർക്ക് ഏരിയയും കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യമുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് അത്യാവശ്യം എന്ത് കാര്യങ്ങൾ ചെയ്യണം, വല്ല ചെടികളോ പച്ചക്കറിയോ ഒക്കെ നടുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ നനകല്ല് കെട്ടുന്നതിനൊക്കെ നല്ല സ്ഥല സൗകര്യമുള്ള ഒരു വീട് കൂടിയാണ് ഈ വീട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഒരു കോൺട്രാക്ട് കൊടുത്ത് വെച്ചല്ല, ഡയറക്റ്റ് ഓണർ വെച്ചുകൊണ്ടിരിക്കുകയാണ്. പുള്ളി ട്രാൻസ്ഫർ ആവുന്ന ബേസ് ചെയ്താണ് ഈ വീട് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത്. നമുക്കറിയാം, ഇതിന്റെ നമുക്ക് ഒരു നോർമലി കൺസ്ട്രക്ഷൻ ചെയ്യുന്ന പാറ്റേൺ അല്ല ചെയ്തിട്ട് ടൈൽ പാറ്റേണെ കണ്ടാൽ നല്ല വലിയ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം കസ്റ്റമൈസ്ഡ് ടൈലാണ്. അതൊക്കെ തന്നെ കൊടുക്കുന്നതെല്ലാം ഡയറക്റ്റ് ഓൺ സെയിലിൽ മാത്രമാണ് നമ്മൾ കണ്ടുവരുന്നത്. മുകളിലത്തെ ഫ്ലോറിലേക്ക് പോകുമ്പോൾ തന്നെ ഹാൻഡിലെല്ലാം ഒരു ചെറിയ രീതിയിലേക്കുള്ള ഒരു വുഡും തേക്കും അതുപോലെ തന്നെ സൈഡിലേക്ക് ഒരു രീതിയിലേക്കാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് കയറുമ്പോൾ ടെയിൽ പാറ്റേൺ വന്നിട്ടുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. ഇവിടേക്ക് എത്തുമ്പോൾ തന്നെ ഒരു വിശാലമായിട്ടുള്ള ഒരു ഹോൾ ഏരിയ ആണ് വരുന്നത്. അതിൽ നിന്ന് നമുക്ക് ഒരു ബാൽക്കണി ഏരിയയിലേക്ക് പോകുമ്പോൾ തന്നെ ഒരു ബ്രാൻഡ് ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു ഡിസൈൻ ആണ് ഇതിന്റെ കംപ്ലീറ്റ് വിൻഡോകളും. കണ്ടില്ല, നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് കയറി വരുമ്പോൾ തന്നെ നമുക്ക് സിറ്റ് ഔട്ട് ഏരിയയിലേക്ക് പോകാനായിട്ടുള്ള ഒരു നല്ല ഒരു വൈഡ് ആയിട്ടുള്ള ഒരു സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അവിടെ നിന്ന് തന്നെ ഹോൾ ഏരിയയിലേക്ക് വന്നാൽ ഇതാ നല്ല വിശാലമായിട്ടുള്ള ഒരു ഹോൾ ഏരിയ. ഈ ഹോളിൽ നിന്ന് നമുക്ക് താഴേക്ക് ഒരു രീതിയിലേക്ക് ഞാൻ പറയുന്നത് ആർക്കിടെക്ട് മോഡലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടേക്ക് ഇരിക്കുമ്പോൾ നല്ല ഒരു വിശാലമായ ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു കൺസ്ട്രക്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ 2 ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ സ്ഥല സൗകര്യത്തിന്റെ കാര്യത്തിൽ യാതൊരുവിധ കോംപ്രമൈസും ഇല്ലാത്ത രീതിയിലേക്കാണ് നല്ല വിശാലമായിട്ടുള്ള ഒരു
മാസ്റ്റർ ബെഡ്റൂം എന്ന കാറ്റഗറി പെടുത്താൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. അവിടെയും വിൻഡോ ഒക്കെ കൊടുത്തേക്കുന്നത് അതിമനോഹരമായ രീതിയിലേക്കുള്ള വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം കൂടി ഇട്ടാണ് ആ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴും നമുക്ക് സൈസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസ്, നല്ല വൈഡ് ആയിട്ടുള്ള ഒരു മാസ്റ്റർ ബെഡ്റൂം തന്നെ രീതിയിലേക്കുള്ള ഒരു ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഈ സൈഡിലേക്ക് ഡ്രസ്സിംഗ് റൂമിന്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂം കൂടി കൊടുത്തിട്ടുള്ള ബാത്റൂം സൈസും ഒക്കെ അത്യാവശ്യം നല്ല വലിപ്പമുള്ളതാണ്. അവിടെയും ഒരു ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുണ്ട്. ഈ വീട്ടിൽ കയറുമ്പോൾ ഒരു പോസിറ്റീവ് എനിക്ക് തോന്നുന്നു എന്തെന്ന് വെച്ചാൽ ഒരു ബാൽക്കണി ഏരിയകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. കണ്ടില്ല, ഒരു ലൈറ്റ് പോലും നമുക്ക് ഇടാതെ തന്നെ ഇത്രയും നല്ല വെളിച്ചം കിട്ടുന്ന ഒരു വീട്. എന്തുകൊണ്ടും ഇതിന്റെ ഒരു ബിൽഡേഴ്സിനെ നമ്മൾ അഭിനന്ദിക്കുന്നു. വളരെ പോസിറ്റീവ് എനർജി തരും. ചില വീട്ടിലേക്ക് കയറുമ്പോൾ നമുക്കൊരു എന്താ പറയാ, ഒരു ഇരുളവും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് തന്നെ ഒരു ഡിസ്റ്റർബ്, കാരണം 2-3 ലൈറ്റ് ഇട്ടാൽ പോലും അതിന്റെ ഒരു വീഡിയോ എടുത്താൽ നമുക്ക് പെർഫെക്ഷൻ കിട്ടില്ല, നമുക്കൊരു ഇറിറ്റേഷൻ തോന്നും. പക്ഷെ ഇതിനൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് നോക്കി അതിവിശാലമായിട്ട് നല്ല വെട്ടവും വെളിച്ചവും കിട്ടുന്ന ഒരു വീടാണ്. അവിടെ ഒരു ബാൽക്കണി ഏരിയ കൊടുത്തിട്ടുണ്ട്. ബാൽക്കണി ഏരിയയും അത്യാവശ്യം നല്ല രീതിയിലൊക്കെയുള്ള ഈവനിങ് ഒക്കെ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ബാൽക്കണി ഏരിയയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മുകളിലത്തെ ഫ്ലോറിൽ നിന്ന് നമുക്ക് ടെറസ് ഏരിയയിലേക്ക് പോകാനായിട്ടുള്ളത് ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു ഓപ്പൺ ടെറസ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ വെള്ളയമ്പലം, ശാസ്തമംഗലം, അതുപോലെ മരുതൻകുഴി, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ PTP നഗർ, പിന്നെ വട്ടിയൂർക്കാവിനകത്തൊക്കെ വീട് നോക്കുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ ഒരു ബ്രാൻഡ് ന്യൂ വീടാണ് ഈ വീട്. 4 സെന്റിലായിട്ട് 1750 സ്ക്വയർ ഫീറ്റിലായിട്ട് 3 ബെഡ്റൂമുകൾ കൂടി പൂർണ്ണമായും കസ്റ്റമേഴ്സ് ആയിട്ടുള്ളത്. അതായത് ബിൽഡർ ചെയ്ത് വിൽപ്പനയ്ക്ക് വേണ്ടി വെച്ചതല്ല, പൂർണ്ണമായി ഓണർ വെച്ച് അവർക്ക് ഒരു ട്രാൻസ്ഫർ വന്നതിന്റെ ബേസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു നല്ല ക്വാളിറ്റി ആയിട്ടുള്ള വീടാണിത്. നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ ഇത് കിടക്കുന്ന ഓപ്ഷൻസ് എന്ന് പറഞ്ഞാൽ. കാരണം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗ്രാസ് ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ തന്നെ അകത്തേക്കുള്ള ബാത്റൂം ഫിറ്റിംഗ്സുകൾ ചെയ്യാനുണ്ട്. പെയിന്റിംഗ് വർക്കിന്റെ അത് കുറച്ച് പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ വീട് വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് കസ്റ്റമൈസ് ചെയ്യാം. അവരുടെ ഇഷ്ടങ്ങൾക്ക് വേണമെങ്കിൽ അവർ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്ന രീതിയിലേക്കുള്ള ഒരു ഓപ്ഷൻസ് ഉള്ള വീട് കൂടിയാണിത്. ഞാൻ പറഞ്ഞു, മെയിൻ റോഡിൽ നിന്നും വെറും 100 മീറ്റർ പോലും ഇല്ല ഈ വീട്ടിലേക്ക് വരാനായിട്ടുള്ളത്. മരുതൻകുടി ജംഗ്ഷനിൽ നിന്നും വെറും 500 മീറ്ററിനകത്ത്, ശാസ്തമംഗലം ഹോസ്പിറ്റലിന്റെ സൈഡിൽ നിന്നാണെങ്കിൽ 800 മീറ്റർ, ശാസ്തമംഗലം ജംഗ്ഷനിൽ നിന്നാണെങ്കിൽ 900 മീറ്ററും, വെള്ളയമ്പലം ജംഗ്ഷനിൽ നിന്ന് 1.5 മീറ്ററുമായിട്ട് വളരെ സിറ്റിയുടെ ഹൃദയഭാഗത്ത് വളരെ അടുത്തായിട്ട് കിടക്കുന്ന ഒരു 2 വണ്ടി ഏകദേശം പാർക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള ഒരു ബ്രാൻഡ് ന്യൂ വീടാണ്. ഈ അവസരം നിങ്ങൾ ആരും മിസ് ചെയ്യാതെ നമ്മൾ ഈ വീട് പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഈ വീടിന് ചോദിക്കുന്ന വില എന്ന് പറയുന്നത് 1,10,00,000 രൂപയാണ്. അതിൽ ചെറിയ നെഗോഷ്യബിൾ ആണ്. ഈ 1,10,00,000 രൂപ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫുൾ ഫിനിഷ് ചെയ്ത് കൊടുക്കുന്നതിനാണ് 1,10,00,000 രൂപ ചോദിക്കുന്നത്. നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തന്നെ വേണമെങ്കിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ഒരു ചെറിയ ബാർഗെയിൻ കൂടി പർച്ചേസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീണ്ടും റിയൽ എസ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള വീഡിയോ കാണുന്നതിനായി കൊച്ചുവിൽ പ്രോപ്പർട്ടീസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.